ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീക്കെൻഡ് എടുത്ത വ്ളോഗാണ്. പുതിയ എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പപ്പ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കേ. അന്നവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കില്ല, അങ്ങനെ ഉണ്ടെന്ന്. കൈ 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 അന്ന് വടക്കാഞ്ചേരി പോയ ടൈമിൽ സ്മാർട്ട് ബസാറിൽ നിന്ന് ഒരു പിസ്സ കട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് കട്ട് ചെയ്ത് നോക്കിയത്. ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ബ്രെഡ് പിസ്സ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിക്ക് കുഴക്കാൻ മടിയായതുകൊണ്ട് വേഗം ബ്രെഡ് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലുലുവിൽ വന്നതാണ്. ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്താണ് വാഷിംഗ് ലിക്വിഡ്, പിന്നെ ഡെറ്റോൾ, പിന്നെ ഒരുപാട് വീട്ടു സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. പിന്നെ എപ്പോഴും ഷോപ്പിംഗ് വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഈ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ ഒന്ന് കയറാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ എടപ്പള്ളിയിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് എന്നോർത്തിട്ട് ചെയ്യാനുള്ളൊരു മടി കൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരുമ്പോൾ വീഡിയോ എടുക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ. അതായത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, അതായത് സാറ്റർഡേ. കുറേ നാളായിട്ട് വിചാരിക്കാനട്ടാ എയർ ഫ്രയർ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ പോത്തീസിൽ പോയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ഇങ്ങനെ റേറ്റൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 to 7 മിനിറ്റിൻ്റെ ഉള്ളിൽ അവരെത്തിക്കും കേട്ടോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ എയർ ഫ്രയർ ഓർഡറാക്കി. അപ്പോൾ അത് അവർ കൊണ്ടുവന്നു കേട്ടോ. ജയനും ഹസ്ബൻഡും കൂട്ടിയിട്ട് താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ദിവസം. കാരണം നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു സാധനം നമുക്ക് കൈ കിട്ടുമ്പോഴുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അതിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിലും കുറച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വാങ്ങിച്ചത് അഗാറോയുടെ എലഗൻറ്റ് മോഡൽ എയർ ഫ്രയർ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സാനിപ്പോൾ അൺബോക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സാനും കൂടെ നിന്ന് അൺബോക്സ് ചെയ്യാണ്. എയർ ഫ്രയർ വാങ്ങിക്കുന്ന ടൈമിൽ കുറച്ച് ഫ്രൈസും നഗറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൻ്റെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഇതാ നഗറ്റ്സിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 10 minutes. പിന്നെ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ പിന്നെയും ഒരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നഗറ്റ്സിൻ്റെ പാക്കറ്റ് ഡയറക്റ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസിയാണ് കേട്ടോ എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നഗറ്റ്സ് ഒന്നും വാങ്ങിക്കാറില്ല. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ പിന്നെ നഗറ്റ്സ് വാങ്ങിക്കുന്നത്. വീക്കെൻഡ് സയാന് ഇങ്ങനെ കളർ ചെയ്യാനും പിന്നെ നമ്പേഴ്സ് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് 2 ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിരുന്ന് കളർ ചെയ്യാനുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, കസൂരി മേത്തി, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്,
പിന്നെ തൈര് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ കുറച്ച് നാരങ്ങനീര് ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങനീര് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വിനെഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. കറക്റ്റ്. യെസ്. Good boy. Triangle, triangle. Yes. Count. 2, 3, 4, 5. അരമണിക്കൂറിന് ശേഷം എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തന്നെയാണല്ലോ മിനിറ്റ് 50. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡാണ് കുക്കായിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് മറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചിന് ഇന്ന് ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ പല്ലുവേദനയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഡെൻ്റൽ ക്ലിനിക്കിൽ വന്നതാണ്. അപ്പോൾ ഡോക്ടർ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. സാറ്റർഡേ മോർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂട്ട് കനാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ ഈവനിങ്ങും വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. സൺഡേ ഈവനിങ് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അന്ന് നമ്മുടെ ഫ്ലാറ്റിൽ ഇസയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സയാൻ്റെ കൂടെ നഴ്സറിയിൽ ഒരുമിച്ച് പഠിച്ചാണ്. ऐसा की पापा ऐसा ऐसा की देख देख ऐसा की कार देख रीफिल कर की ये लोगन पापा लोगन जोर जोर ചെറിയ വെയിറ്റ് ഉണ്ടല്ലേ ഇതിന്? ചെറിയ വെയിറ്റ് ഉണ്ടല്ലേ? സൂപ്പർ. നൂഡിൽസ് ആണോ? അല്ല അതെ കറിന്റെ ഉണ്ടാക്കണേ പത്ത ഓറഞ്ച് ആണോ അത്? ഓറഞ്ചാ. വാവ് സൂപ്പർ. ഫ്രൂട്ട്സുകളാണ്. ഓറഞ്ചും കാടും പിന്നെ ലീഫാണോ? ലീഫ് കറി ഉണ്ടാക്കുന്നത് മങ്കി. പിന്നെ എയർ ഫ്രയറിൽ പഫ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കാം. സയാനെയും സോയനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ബാ
സയാന് ചുമയുണ്ട്, പിന്നെ ജോയിക്ക് ചുമയും പിന്നെ ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ കിൻഡറിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഊബറിനാണ് പോകുന്നത്. ഹസ്ബൻഡ് ഊബർ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇതാ ഊബറിൽ പോവാണ്. സയാന സ്കൂളൊക്കെ വിട്ട് വന്നിട്ടാണ് ഒരു 3:15-3:30 ആകുമ്പോഴാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 4 മണിക്കായിരുന്നു ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടറിനെ കണ്ടു. അങ്ങനെ ഡോക്ടർമാരെന്നൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മരുന്നൊക്കെ വാങ്ങിച്ചു. ഇനിതാ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് പുറത്ത്. അപ്പോൾ ഞങ്ങൾ തന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സയൻ ഡോക്ടറെ കണ്ട വിശേഷങ്ങളൊക്കെ പപ്പയെടുത്ത് പറയാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിനി പോകുന്ന വഴിക്ക് കുറച്ച് ചിക്കൻ, ബീഫ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും പോകുന്ന വഴിക്ക് തന്നെയാണ് ലുലു ഉള്ളത്. അപ്പോൾ ലുലുവിൽ കൂടെ കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ലുലുവിലേക്ക് വന്നതാണ് കേട്ടോ. ഇന്ന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.